ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ്. രാജ്യം വാഴുന്ന ഭരണകൂടവും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ധീരയായ വനിതയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും ഒരേ സമയം മാഞ്ഞടിച്ച രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ മുൻനിർത്തി BJP സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് മമതാ ബാനർജി നൽകിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഡൽഹി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. സംഭവങ്ങളുടെ തുടക്കം കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് ഏരിയയിലായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഐപാക് ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായാണ് ED ഉദ്യോഗസ്ഥർ ഇരച്ചു കയറിയത്. കൽക്കരി കള്ളക്കടത്ത് കേസിൻ്റെ പേരു പറഞ്ഞായിരുന്നു ഈ നീക്കമെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്തുകയാണ് യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ സംശയിച്ചിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടരുന്നതിനിടെ കൊൽക്കത്തയുടെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മമതാ ബാനർജി നേരിട്ട് ആ സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരുടെ തടസ്സവാദങ്ങൾ തള്ളിക്കളഞ്ഞ് ഓഫീസിനുള്ളിലേക്ക് കയറിയ മമത BJP ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട ഫയലുകളും ഡിജിറ്റൽ തെളിവുകളും തൻ്റെ കസ്റ്റഡിയിലേക്കെടുത്തു. ഒരു മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ED റെയ്ഡ് തടയുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായി മാറി. ഈ മിന്നൽ നീക്കത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഡൽഹിയിലുമെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് MPമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സാധാരണ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജനങ്ങൾ തെരുവിലേക്കിറങ്ങിയത് കനത്ത രോഷത്തോടെയായിരുന്നു. അമിത്ഷായുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കിന് ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഓഫീസ് ഗേറ്റുകൾ പൂട്ടേണ്ടി വന്നു. ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ വലയം പോലും ഭേദിക്കപ്പെടുന്നൊരവസ്ഥ വന്നതോടെ ഡൽഹി പോലീസ് രംഗത്തിറങ്ങി MPമാരെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് നീക്കുകയുണ്ടായി. എന്നാൽ ഡിജിറ്റൽ ഗുണ്ടായിസം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധക്കാർ ഉറച്ചുനിന്നു. BJPയും അമിത്ഷായും ഓരോ തവണയും EDയെ ഇറക്കി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രഹരമാണ് മമതയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ കോടതിയുടെ സമീപിച്ചെങ്കിലും മമതയുടെ ഈ പടയൊരുക്കം ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ ബലപ്രയോഗത്തിലൂടെ രേഖകൾ കൊണ്ടുപോകുന്നത് തടയാൻ ജനങ്ങൾ ആയുധങ്ങളുമായി പടക്കോപ്പുകളുമായി തെരുവിലിറങ്ങിയത് ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷമാണ് കൊൽക്കത്തയിൽ സൃഷ്ടിച്ചത്. ഇത് കേവലമൊരു റെയ്ഡിനെതിരെയുള്ള പ്രതിഷേധം മാത്രമല്ല, മറിച്ച് കേന്ദ്രത്തിൻ്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പരസ്യമായ കലാപമാണ്. BJP കേന്ദ്രങ്ങൾ പടുത്തുയർത്തിയ ഭയത്തിൻ്റെ കോട്ടകൾ മമത തകർത്തെറിഞ്ഞിരിക്കുന്നു. അമിത്ഷായ്ക്കും മോദിക്കും തങ്ങളുടെ വിശ്വസ്ത ഏജൻസികളെ ഉപയോഗിച്ച് ഇനി ബംഗാളിൽ എളുപ്പത്തിൽ കളി തുടരാനാവില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസ് അടച്ചിടേണ്ടി വന്നത് കേന്ദ്ര ഭരണകൂടത്തിനേറ്റ കനത്ത തിരിച്ചടിയായി രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നു.